ഇവരെല്ലാം വന്നിരിക്കുന്നത് ശാർക്കര കഴിഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിന്റെ മുന്നിലൂടെ പോകുന്ന ഏറ്റവും വലിയ ഘോഷയാത്രയുള്ള ശ്രീ ഇരട്ടപ്പന മാടന്നട ക്ഷേത്രത്തിലേക്കാണ്. ഇത്തവണത്തെ ഉത്സവത്തിന് എന്റെ കൂടെ പൊന്നുമുണ്ട്. ഞങ്ങൾ അങ്ങനെ അമ്പലത്തിൽ തൊഴുതിട്ട് നേരെ ഉത്സവം കാണാനായിട്ട് ഇറങ്ങി. ഞങ്ങളുടെ നാട്ടിൽ ഇത്രയും പേരുണ്ടെന്ന് തന്നെ അറിയുന്നത് ഇങ്ങനെയൊക്കെയുള്ള ഉത്സവങ്ങൾ വരുമ്പോഴാണ്. എല്ലാവരും പരിചയക്കാരായണ്ട് ഞാനും പൊന്നും കൂടി എല്ലാവരടുത്തും ഓടി നടന്നങ്ങ് വേണ്ടി. പിന്നെ ഘോഷയാത്രയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് കലാരൂപങ്ങളും ഫ്ലോട്ടുകളും എല്ലാം നിറഞ്ഞൊരു അടിപൊളി ഘോഷയാത്ര. പിന്നെ ഇപ്പോൾ മിക്ക അമ്പലങ്ങളിലും ഘോഷയാത്രകളിൽ ഏറ്റവും പിറകിന്ന് വരുന്നത് ഈ ഒരു ഐറ്റം ആയിരിക്കും. പിന്നെ ഇങ്ങനെ ഒരു DJയും ലൈറ്റും ഒക്കെ കണ്ടപ്പോൾ ഞാനും അതിലങ്ങ് വിട്ടുപോയി. പിന്നെ ഞങ്ങളെ സ്നേഹിക്കുന്ന കുറെ പേരെ ഉത്സവത്തിൽ വെച്ച് കാണാൻ കഴിഞ്ഞു. അങ്ങനെ ഓടി നടന്ന ഉത്സവം കാണുന്നതിനിടയിൽ ഇതുവരെ കുലുക്കി സർബത്ത് കുടിച്ചിട്ടില്ല എന്ന് പറഞ്ഞ പൊന്നുവിന് അങ്ങനെ കുലുക്കി സർബത്ത് ഉണ്ടാക്കുന്ന ചേട്ടനോട് പറഞ്ഞിട്ട് നല്ലോണം കുലുക്കി പതച്ചൊരു സർബത്ത് അങ്ങ് വാങ്ങിക്കൊടുത്തു. ആഘോഷം കണ്ടു മാത്രമല്ല കഴിച്ചും വാങ്ങിച്ചും ആഘോഷിക്കണമെന്ന് പൊന്നു എന്ന് പറഞ്ഞ് മനസ്സിലാക്കി തന്നു. എനിക്കറിയാന്നുള്ള കുറെ പേരൊക്കെ എന്നോട് ചോദിച്ചിട്ടുള്ള കാര്യമാണ് എവിടെ പോയാലും പൊന്നും കൂടെ കാണുമല്ലോ എന്ന്. കല്യാണത്തിന് മുന്നേ ഇങ്ങനെയുള്ള ഉത്സവങ്ങൾക്കൊന്നും ആള് വീട്ടിൽ നിന്ന് പോയിട്ടില്ല. എങ്കിൽ പിന്നെ കല്യാണം കഴിഞ്ഞപ്പോൾ ആ ഒരു പരാതി ഞാൻ അങ്ങ് തീർത്തു കൊടുക്കാന്ന് കരുതി.